എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഇത്രയും രൂപയുണ്ട്. ഇതുകൊണ്ട് ഞാനൊരു സാധനം മേടിക്കാൻ പോവാണ്. എന്ത് സാധനമാണെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. അങ്ങനെ നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു വണ്ടിയാണ്. കുറച്ച് മുമ്പെയാണ് കേട്ടോ ഈ ഒരു വണ്ടി മറിഞ്ഞത്. പ്രൈവറ്റ് വണ്ടിയാണ്. ഒരു ചേച്ചിയാണ് കേട്ടോ ഈ വണ്ടി ഓടിച്ചത്. ആ ചേച്ചിയുടെ തന്നെ വണ്ടിയാണ്. അവർ ഫാമിലിയായിട്ട് എവിടെയോ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ആ സമയത്ത് കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ദൂരോട്ടൊക്കെ പോകണമെങ്കിൽ ആ ചേച്ചി ഓടിക്കാനായിട്ട് എന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നീട് എന്നെ ഇന്ന് വിളിച്ച സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെയാണ് ആ ചേച്ചി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നീട് ഈ ചേച്ചി തന്നെയാണ് ഈ വണ്ടി നേരത്തെ തൊട്ടേ ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പം നിയന്ത്രണം വിട്ട് മറിയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചിക്ക് സ്ട്രോക്ക് വന്നിട്ട് കുറച്ച് വയ്യാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് കൈക്ക് കുറച്ച് സ്വാധീനക്കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ കൈ വണ്ടി നിൽക്കാഞ്ഞത്. വണ്ടിക്ക് കുറച്ച് പണികളുണ്ടെങ്കിലും ആൾക്കാർക്കാർക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. അവിടുന്ന് അങ്ങനെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഞാൻ നേരെ എരുമേലിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കഷ്ടകാലം എന്ന് പറയാമല്ലോ, വണ്ടിയുടെ പെട്രോളും തീർന്നു. ആദ്യം അവിടുന്ന് ഒരു പമ്പ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ എന്തോ ഒരു പണി നടക്കുന്നതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് പെട്രോൾ എന്തായാലും കിട്ടത്തില്ല. അങ്ങനെ അവിടെ കണ്ടിരുന്ന ഒരു കുപ്പി എടുത്തുകൊണ്ട് ഞാൻ നേരെ ഇപ്പോൾ അടുത്ത പമ്പിലോട്ട് വന്നു. ഓരോ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുപ്പിയിൽ പെട്രോൾ കൊടുക്കത്തില്ല. ഇവിടെ ഇനിയും കൊടുക്കോ ഇല്ലയോ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ പേടി. ഏതായാലും അവിടുന്ന് ദാണ്ടെ പെട്രോൾ മേടിച്ചു. ഞാനാണെങ്കിൽ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പിലെ ചേച്ചിമാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഫോൺ അത്യാവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അതെടുക്കാനായിട്ട് എൻ്റെ ഈ പൈസ തന്നു വിട്ടതാണ്. അവരെല്ലാവരും കൂടി പൈസ ഷെയർ ചെയ്തിട്ട് 11,000 രൂപയാണ് കേട്ടോ എൻ്റെ തന്നത്. പക്ഷേ ആ ഒരു ബഡ്ജറ്റിന് എങ്ങും തന്നെ ഫോൺ കിട്ടിയില്ല. അവസാനം ഞാൻ അങ്ങനെ ഒരിടത്തുനിന്ന് ഫോൺ മേടിച്ചു. ഫോൺ തപ്പി അങ്ങനെ ഓരോ കടയിൽ കയറി ഇറങ്ങിയിട്ട് നല്ല ദാഹം. അതുകൊണ്ട് നേരെ പോയിട്ട് ഞാനൊരു മാംഗോ ജ്യൂസ് കുടിച്ചു. ഫോണും അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് തൂക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഞാൻ മേടിച്ചത് റെഡ്മിയുടെ A7 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ തന്നെ A7 പ്രോയും ഉണ്ട്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ ഒരു ഫോണാണ് കേട്ടോ ഞാൻ മേടിച്ചത്. വരുന്ന വഴിക്ക് അങ്ങനെ അച്ഛനെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.